ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇന്ന് പ്രേക്ഷകർക്ക് അറിയാലോ, 24ന്റെ ജില്ലാ സമ്മേളനം അത് മലപ്പുറത്ത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവതാരകരുടെ ഒരു കൂട്ടം തന്നെ ഇന്നിപ്പോൾ മലപ്പുറത്തുണ്ട്. തിരൂരിൽ ബിയാൻകോയിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്, പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് മലപ്പുറത്തെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പുറത്തു വരുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തയുടെയൊക്കെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ട ഗുഡ് ആഫ്റ്റർനൂണിൽ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ആ കമന്റ്സിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഇന്ന് സംഭവിച്ച ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. എറണാകുളം പനങ്ങാട് മീഡിയനിൽ ഇടിച്ച് മറിഞ്ഞ ബസ്സിന് അടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടശേഷം മുങ്ങിയ ഡ്രൈവർ പാൽപാണ്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാംഗ്ലൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് രാവിലെ 10:30 അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്ന ബസ് മാടവന സിഗ്നലിനടുത്ത് മീഡിയനിൽ ഇടിച്ചു. നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞത് ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക്. ഏറെ പണിപ്പെട്ടാണ് ബസ്സിനടിയിൽപ്പെട്ട വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റിനെ പുറത്തെടുത്തത്. ബസ്സിലുണ്ടായിരുന്നത് 42 യാത്രക്കാർ. ഇതിൽ 11 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി ഒരു സൗണ്ട് കേട്ട് തലകീഴായിട്ട് മറിയത്. പെട്ടെന്ന് ഞങ്ങൾ പിടിച്ച് കയറി ഇറങ്ങി. പക്ഷേ മയക്കത്തിലായിരുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ഫ്രാക്ചറുകളുണ്ട്. അകത്തിരുന്നവർക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിൻ്റെ മുകളിലേക്കാണ് വണ്ടി വീണെന്ന് കണ്ടത്. ഈ സിഗ്നൽ ഓപ്പൺ ആയിരുന്നു. പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ സിഗ്നൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. സ്കിഡായി സിഗ്നൽ പോസ്റ്റ് ഇടിച്ച് ബൈക്കിലേക്ക് മറിഞ്ഞു. അങ്ങനെ പറ്റി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വണ്ടി മറിഞ്ഞ് അവിടെ നിന്നാണ് വണ്ടി ചവിട്ടി കിട്ടിയില്ല. അതായത് നമ്മൾ സാറ് റോഡെന്ന് പറയുമ്പോ മിറ്റിലെങ്കിലും ഇത്തിരി കാണുമല്ലോ. ഇതൊന്നുമില്ല, മെഴുകിയിട്ടേക്കണ ടാറാണ് ഇതിന്റെ മുകളിൽ മെഴുകിയിട്ടേക്കണത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ നിൽക്കൂല. അങ്ങനെ അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വണ്ടികൾ സിഗ്നലിൽ പോയാലും നിർത്താറില്ല. അപ്പൊ ടൈമർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ അപകടം കറക്റ്റായിട്ട് അത് ഇതാവുള്ളൂ. അപകടത്തിന് കാരണം ബസ് ഡ്രൈവറുടെ വീഴ്ചയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇവിടെ ലേക്ക് ഷോറിലുണ്ട് ഒരാള് ബ്രോഡായി. ഇപ്പൊ ബാക്കി പറയാം. സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങിയ ബസ് ഡ്രൈവറെ പിന്നീട് പോലീസ് പിടികൂടി. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട്. നിരവധി പേരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. ഈ പന്താട്ടം അവസാനിക്കാൻ ചെറിയ നടപടികൾ മതിയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. ദൗർഭാഗ്യകരമായ സംഭവമാണ്. വഴിയിലേക്ക് ചിലപ്പോൾ അദ്ദേഹം യാത്രയൊക്കെ പറഞ്ഞ് എവിടേക്കുള്ള യാത്രയിലായിരുന്നു ആ മരിച്ചയാളെന്ന് നമുക്കറിയില്ല. പക്ഷേ എത്രത്തോളം പ്രതീക്ഷയും ഒക്കെയായി യാത്ര ചെയ്തിരുന്നയാളായിരിക്കാം. ഒരാളുടെ അശ്രദ്ധ കാരണം, പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ വണ്ടികൾ നമ്മൾ ബ്രേക്ക് ഇട്ടാൽ അവിടെ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല, തെന്നിക്കിടക്കുകയാണ് റോഡ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഡ്രൈവേഴ്സും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉണ്ടായ വാഹനാപകടങ്ങളിൽ ഇന്ന് 3 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. പലയിടത്തുണ്ടായ വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. എറണാകുളം ഉദയംപേരൂർ 10-ാം മൈലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് 2 യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ അപകടത്തിൽ മരിച്ചത് ഉദയംപേരൂർ സ്വദേശികളായ ഇന്ദുചൂടൻ, ആദിത്യൻ എന്നിവർ. കാസർഗോഡ് കളനാട് ബൈക്ക് തെങ്ങിലിടിച്ചു മറിഞ്ഞ് ചളിയർക്കോട് സ്വദേശി സിദ്ദീഖ് മരിച്ചു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൂറ്റൻ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണു. യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മുക്കം പുൽപ്പറമ്പ് നായർക്കുഴി റോഡിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്ക് യാത്രികന് പിന്നാലെ വന്ന ബസ് ഡ്രൈവറുടെ അവസരോചിത ഇടപെടൽ കാരണം ജീവൻ തിരിച്ചുകിട്ടി. ഡ്രൈവർ ബസ് വെട്ടിച്ചു മാറ്റുകയായിരുന്നു. പത്തനംതിട്ട കല്ലേലി റോഡിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഉയർന്നുനിന്ന ടാറിങ്ങിൽ തട്ടി മറിയുകയായിരുന്നു. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. തിരുവനന്തപുരം വിളയിൻമൂലയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ആരോഗ്യനില തൃപ്തികരമാണ്. ന്യൂസ് ഡെസ്ക് 24.
അതെ, അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് പരിചിതമായ റോഡാണ്, അവിടെ സ്പീഡിൽ പോയാൽ പ്രശ്നമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, റോഡ് തെന്നിക്കിടക്കുകയാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം. പക്ഷേ അല്പം കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ദിനംപ്രതി റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ട്രാഫിക് നിയമങ്ങളൊക്കെ കർശനമായി നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളുടെ ജീവനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നത്തിലാവരുത് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി എനിക്ക് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതാ ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നു. ഒപ്പം സൗമ്യ ഗുഡ് ആഫ്റ്റർനൂൺ. പ്രവിത അങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഷഫീർ, ജോസ്മിൻ, വിനീത്, രവികുമാർ, അങ്ങനെ ഒരുപാട് പേര് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതിൽ രവികുമാറിനൊരു സംശയമുണ്ട്. പ്രഭുലക്ഷ്മി തിരൂരിലേക്ക് പോയില്ലേ, വേഗം ചെല്ലൂ തിരൂരിലേക്കെന്ന്. ചേട്ടാ, ഞാൻ തിരൂരിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ആര് വാർത്ത അവതരിപ്പിക്കും? അതുകൊണ്ട് അവിടെ കുറച്ച് അവതാരകരുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ച് അവതാരകർ ഇത്തവണ തിരൂരിലേക്ക് പോയിട്ടില്ല. നമ്മൾ എല്ലാ ജില്ലകളിലും ഈ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരായിട്ട് ആ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്കാണ് കടക്കുന്നത്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ നെടും തൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം CPIM-ന് മുന്നിൽ ഇല്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ CPIM-നെ ഏറെ വെട്ടിലാക്കിയ വെളിപ്പെടുത്തലായിരുന്നു EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച. പാർട്ടി സമ്മർദ്ദത്തിലായി വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ജയരാജനെതിരെ ഉള്ളിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. റിസോർട്ട് വിവാദവും വിവാദ വ്യക്തികളുമൊത്തുള്ള ചങ്ങാത്തവുമടക്കം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ LDF കൺവീനറുടെ ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവതരമായി പരിശോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. അതേസമയം തോൽവിയിൽ പിണറായിയെ മാറ്റി നിർത്തിയുള്ള തെറ്റുതിരുത്തൽ ആവശ്യമില്ലെന്നും ന്യൂനപക്ഷ പ്രീണനമെന്നത് BJP പ്രചാരവേലയെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതിനിടെ തോൽവി വിലയിരുത്താൻ ചേർന്ന CPIM എറണാകുളം, തൃശൂർ ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മോശമാണ്. നേതാക്കളും ഭരണകർത്താക്കളും ബലം പിടുത്തം തുടർന്നാൽ ജനങ്ങൾ ഉപേക്ഷിക്കും. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശമുയർന്നു. അതേസമയം തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPIM ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമുയർന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് BJP ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം. മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏശിയില്ലെന്നും നിരീക്ഷണമുണ്ടായി. ഭരണവിരുദ്ധ വികാരം തൃശൂരിലെ തോൽവിക്കിടയാക്കിയെന്നും ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വിമർശിച്ചു. 24 തിരുവനന്തപുരം. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സീന മുഹമ്മദ് പറയുന്നുണ്ട്, പ്രവി നമുക്ക് അടുത്ത ജില്ലാ സമ്മേളനത്തിന് പോകാം കേട്ടോ, അപ്പോൾ ക്രിസ്റ്റീനയെ സ്റ്റുഡിയോയിൽ നിർത്താമെന്ന്. ക്രിസ്റ്റീന കേൾക്കണ്ട. അതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നത്. ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കാം. അതിനു മുൻപ് ഇന്ന് പുറത്തുവന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുകൊണ്ട് ഞാൻ വാർത്തയിലേക്ക് കടക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടിയുമായി ലീഗ് മുഖപത്രമായ ചന്ദ്രിക. സ്വന്തം മുഖം വികൃതമായതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നുവെന്ന് പ്രതിവാര പങ്ക്തിയിലൂടെ തിരിച്ചടിച്ചു. LDF-ന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പിണറായി വിജയൻ മാത്രമാണെന്ന് ലീഗ് നേതാവ് KM ഷാജിയും കുറ്റപ്പെടുത്തി. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDP-യുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിമർശനത്തിന് കടുത്ത ഭാഷയിലാണ് ചന്ദ്രികയുടെ മറുപടി. മോദിയുടെ തന്ത്രങ്ങൾ മുണ്ടെടുത്ത മോദി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാക്കാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണെന്നും ചന്ദ്രിക തിരിച്ചടിച്ചു. ലീഗിനെ കൂടെ കൂട്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിന്റെ നിരാശയാണ് മുഖ്യമന്ത്രിക്കെന്ന് KM ഷാജി. അദ്ദേഹത്തെ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു പെടലും എല്ലാവർക്കും അറിയാം. വളരെ ഒരു കുഴപ്പം പിടിച്ച എല്ലാവരും അദ്ദേഹത്തെ കോർണറൈസ് ചെയ്യാണ്. ഈ സമയത്ത് കൂടെ ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ കിട്ടലാണ്. അപ്പോൾ അങ്ങനെ മോഹിക്കുമല്ലോ നമ്മൾ, കട്ടക്ക് നിൽക്കുമായിരുന്നു എന്നൊക്കെ. ലീഗ് അങ്ങനെയാണല്ലോ, നിന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയുടെ അങ്ങേ അറ്റത്ത് നിന്നുള്ള ഒരു കിട്ടാത്ത മുന്തിരി വിളിക്കാമെന്നൊക്കെ ഉള്ള വാചകം വളരെ ചെറുതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള മോഹഭംഗവും ഇച്ഛാഭംഗവുമാണ് അദ്ദേഹത്തെ പറയിപ്പിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്നും തെറ്റ് തിരുത്തുന്നതിന് പകരം CPIM അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും KM ഷാജി കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്.
ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്രേക്ഷകരാണ് എന്നും 24-ന്റെ പിന്തുണ. ഇത്രയധികം പ്രേക്ഷകർ ഈ ജില്ലാ സമ്മേളനത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷം. ഇപ്പം എനിക്കും സ്മിതയ്ക്കും ഒന്നും തിരൂരേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നിപ്പോൾ രവികുമാർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ തിരൂരിൽ നിന്നാണോ വാർത്ത വായിക്കുന്നത്? അല്ല കേട്ടോ, നമ്മൾ കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ തന്നെയാണുള്ളത്. ഞാൻ കാക്കനാട്ടെ നമ്മുടെ 24-ന്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് വാർത്ത പറയുന്നത്. നമ്മുടെ മറ്റ് അവതാരകർ, അതായത് ഹാഷ്മി, ഗോപികൃഷ്ണൻ, അനുജ, ക്രിസ്റ്റീന, പ്രജിൻ, റീജിത്ത്, ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പം ഒരു സെറ്റ് അവതാരകരെല്ലാം അവിടെയുണ്ട്. അപ്പം അടുത്ത ജില്ലാ സമ്മേളനം വരുമ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ആൾക്കാർ, അവിടുത്തെ ഇന്ന് പോയ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കും. ഞങ്ങൾ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആരൊക്കെ എപ്പോഴൊക്കെ പോകും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രേക്ഷകരെ കാണാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രേക്ഷക സുധാ വിശ്വൻ ചോദിക്കുന്നുണ്ട്, പ്രവിത മലപ്പുറത്ത് പോകാത്തതിൽ വിഷമമുണ്ടോയെന്ന്. വിഷമമൊന്നുമില്ല, പക്ഷേ പ്രേക്ഷകരെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന്, പക്ഷേ വിഷമമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മലപ്പുറവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. പ്രേക്ഷകർക്ക് അറിയാലോ, മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധം മറ്റ് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധി സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ഒടുവിൽ ചർച്ച നടത്തുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച. സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച പ്രചാരണങ്ങൾ തെറ്റാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും ആവർത്തിക്കുന്നത്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലാണ്. അടുത്ത ദിവസം SFI സമരം തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് ചർച്ച. SFI സ്വതന്ത്ര സംഘടനയാണെന്ന മന്ത്രി വി ശിവൻകുട്ടി 25-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരെ കണക്കെല്ലാം ബോധ്യപ്പെടുത്താം. നമുക്കൊരു സമരം ചെയ്യുന്നതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുത ഉൾക്കൊള്ളുന്നതിൽ എനിക്കൊരു വിരോധമില്ല. മലപ്പുറത്ത് പ്രവേശനം നേടാനുള്ളവർ 14,037 പേർ മാത്രമാണ്. 40,000 സീറ്റിന്റെ കുറവെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. 1-ാം ഘട്ട അലോട്ട്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമരം തുടങ്ങിയതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പരിഹാരം കാണുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഒരു പ്രേക്ഷകൻ സലീം പറയുന്നു, പ്രവിത കരയണ്ട, അടുത്ത ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കാമെന്ന്. അതോടൊപ്പം തന്നെ ലിജി പറയുന്നുണ്ട്, എന്തായാലും പത്തനംതിട്ട ആകുമ്പോൾ നിർബന്ധമായിട്ടും പറയണേന്ന്. പിന്നെ മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, വയനാട് ജില്ലാ സമ്മേളനം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബഷീർ പറയുന്നു, ഞാനൊരു സ്ഥിരം പ്രേക്ഷകനാണ്, നിങ്ങൾ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം എനിക്ക് ഒമാനിൽ നിന്ന് ലീവിന് വരാമെന്ന്. അത്രയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടുത്തെ ഈ വന്യമൃഗശല്യമാണ്. വയനാട് കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. പക്ഷേ ഇതുവരെ കടുവയെ പിടികൂടാനായിട്ടില്ല. ക്ഷീരകർഷകർക്ക് നാളെ തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കാനും തീരുമാനമായിട്ടുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ സ്ഥിരം ഉദ്യോഗസ്ഥരില്ലാത്തതിനെതിരെ നാട്ടുകാർ ഇന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. കേണിച്ചിറയിൽ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി കടുവ കൊന്നത് 3 പശുക്കളെ. ഇതോടെ ജനം തെരുവിലേക്ക്. കടുവ കൊന്ന പശുവിന്റെ ജഡവുമായി പനമരം ബത്തേരി റോഡ് കേണിച്ചിറ സെന്ററിൽ ഉപരോധിച്ചു. വനം വകുപ്പ് വയനാട് സൗത്ത് ഡിവിഷനിൽ സ്ഥിരം ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതിലും പ്രതിഷേധം. ഉദ്യോഗസ്ഥരില്ലാത്തതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. 2 ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അതിന് ഇവർ വരുന്നത് താമസം ഉണ്ടാക്കുന്നുണ്ട്. അവർ കുറെ താഴെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ പാവങ്ങൾ രാത്രിയും പകലും ഇല്ലാണ്ട് ഓടി നടന്നുകൊണ്ട് കാര്യമില്ല. ഇതിന്റെ തലപ്പത്തുള്ള ആളുകൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. മയക്കുവെടി വെക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ. സ്ഥിരം DFO നിയമനം നാളെ ഉണ്ടാകും. നാട്ടുകാരുടെ ആവശ്യം മയക്കുവെടി വെച്ച് അതിനെ പിടികൂടണമെന്നാണ്. അത്യാവശ്യമാണെങ്കിൽ ആ നടപടി സ്വീകരിക്കുന്നതിന് വനം വകുപ്പിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. DFO ചുമതലയുള്ള പാലക്കാട് ACF P രഞ്ജിത്തിന്റെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമായി. അടിയന്തരമായി തന്നെ ടിക്കറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചീഫ് എഡിറ്ററിന് കൊടുക്കുകയും മയക്കുവെടി വെച്ച് കടുവയെ പിടിക്കുന്നതിനുള്ള ഉത്തരവ് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് സൗത്ത് വയനാട് FDAയിൽ നിന്നും അഡ്വാൻസ് തുക നൽകുന്നതിനുള്ള തീരുമാനമായിട്ടുണ്ട്. കടുവയെ ട്രാക്ക് ചെയ്യുന്നതിനായി RRT സംഘം കേണിച്ചിറയിലേക്ക്. ഇതോടെ സമരം നാട്ടുകാർ താൽക്കാലികമായി അവസാനിപ്പിച്ചു.
സംസ്ഥാനത്തു തന്നെ ഏറ്റവും അധികം വന്യജീവി പ്രശ്നങ്ങളുള്ള മേഖലയാണ് വയനാട് സൗത്ത് ഡിവിഷൻ. ഇവിടെയാണ് സ്ഥിരം ഉദ്യോഗസ്ഥരില്ലാത്തത്. ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് വനം വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് ഉയരുന്ന വിമർശനം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രേക്ഷകരൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്നിപ്പോൾ OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തെ അവജ്ഞയോടെ കാണുന്നവരാണ് വകുപ്പ് വിഭജനത്തിന് വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ് നിയുക്ത മന്ത്രി OR കേളു പറഞ്ഞത്. തനിക്ക് ലഭിച്ചത് സുപ്രധാന വകുപ്പാണ്, ദേവസ്വവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും OR കേളു വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് OR കേളുവിന്റെ സത്യപ്രതിജ്ഞ. കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് OR കേളുവിന് നൽകാത്തതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു. വിവാദം അനാവശ്യമെന്നും പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സുപ്രധാന വകുപ്പാണെന്നുമാണ് OR കേളുവിന്റെ മറുപടി. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അവരും ഇപ്പോഴും എന്ന് പറയാം, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏറ്റവും മോശമായി കാണുന്നു, അല്ലെങ്കിൽ അവജ്ഞയോടെ ഈ വകുപ്പിനെ കാണുന്നു എന്നല്ലല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ദേവസ്വവും ഈ വകുപ്പും കൂട്ടി കമ്പയർ ചെയ്യുമ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്ന് വളരെ മോശം വകുപ്പും ദേവസ്വം എന്താ വലിയ വകുപ്പും എന്നുള്ള ഒരു തരംതിരിവ് അതിൻ്റെ ആവശ്യമുണ്ട്. മന്ത്രി എന്ന നിലയിൽ വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും OR കേളു പറഞ്ഞു. ഇപ്പോൾ വയനാട് ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെയും പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നും കടുവ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഒരു വിഷയങ്ങൾ വയനാട് ജില്ലയിലുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ OR കേളു മന്ത്രിയായി ചുമതലയേൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുതിർന്ന നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ വയനാട്ടിൽ നിന്നുള്ള ആദ്യ അംഗമാണ് മാനന്തവാടി MLA OR കേളു. 24 തിരുവനന്തപുരം. അപ്പോൾ പ്രേക്ഷകരുടെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എല്ലാം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജില്ലാ സമ്മേളന ആവേശത്തിലാണ് തിരൂർ. പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമായി 10ാം ക്ലാസ്സിൽ സമ്പൂർണ്ണ A+ നേടിയ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരും അവതാരകരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഫ്ലവേഴ്സ് കലാകാരന്മാർ ചടങ്ങിന് മാറ്റുകൂട്ടി. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പ്രേക്ഷക സമ്മേളനം. തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് തത്സമയം. ഹാഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, നമ്മുടെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെ പ്രേക്ഷകരുടെ അതെ, ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷക സമ്മേളനത്തിന് ഒരുപാട് പ്രേക്ഷകർ അവിടേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളും അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു വൈബ് അവിടെ? ഗംഭീര വൈബാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. എന്ന് പറഞ്ഞാൽ പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിന്റെ വലിയ ആവശ്യത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ല എന്ന് ഉറപ്പായും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് പ്രവിധ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മാധ്യമ സ്ഥാപനം അതിന്റെ പ്രേക്ഷകരെ വിളിച്ചിരുത്തി ഒരു സംസ്ഥാന സമ്മേളനം നടത്തുക, അത് വമ്പൻ വിജയമാവുക എന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. അതിന്റെ തുടർച്ചയിൽ നമ്മൾ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുന്നു. അത് ആദ്യം മലപ്പുറത്താണ്. മലപ്പുറത്ത് തിരൂരാണ്. തിരൂർ നേരത്തെ പ്രവിധ പറഞ്ഞ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിലാണ് പ്രേക്ഷക ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. അല്പസമയത്ത് കൃത്യം 2 മണിക്ക് തന്നെ പ്രേക്ഷക ജില്ലാ സമ്മേളനം തുടങ്ങും. ഇവിടെ ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സ്പോട്ട് രജിസ്ട്രേഷൻ ഇപ്പോഴും പുരോഗമിക്കുന്നു. കൂടുതൽ പ്രേക്ഷകർ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും 2 മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ സമയത്ത് വന്നാൽ മതി എന്ന് പ്രേക്ഷകർ കരുതിയതാണ്. അല്പസമയത്തിനകം ഇവിടെ ഒരു ജനസാഗരമാകുമെന്ന തർക്കമില്ല. അങ്ങനെ പറയാൻ കാരണം രാവിലെയാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ മലപ്പുറം ജില്ലയിലെ SSLCക്ക് മികച്ച വിജയം നേടിയ, എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഗംഭീര പരിപാടിയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ A+ നേടിയ നമ്മളൊരു A+ എന്ന് പറയുന്നത് എല്ലാ നേടുന്നവർ എന്താണ് അങ്ങേയറ്റം മിടുക്കരാണ് എന്നൊരർത്ഥത്തിലല്ല. ഒരു മാനദണ്ഡം, ഒരു സ്ലാബ് വെച്ചതാണ്. പക്ഷേ ആ മാനദണ്ഡം വെക്കുമ്പോൾ പോലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് ആദരം ഏറ്റുവാങ്ങാൻ വന്നു. വിദ്യാർത്ഥികളെ രസിപ്പിച്ചുകൊണ്ട് കലാപ്രകടനങ്ങൾ ഉണ്ടായി. വിദ്യാർത്ഥികൾ വലിയ ആവേശത്തിലാണ്. അവർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അവർക്ക് മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ, അവരുടെ പേരെഴുതിയ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മളിവിടെ R ശ്രീകണ്ഠൻ നായർ നമ്മളെല്ലാവരും ചേർന്ന്
നമ്മൾ സമ്മാനിക്കുന്ന കാഴ്ചയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് പ്രേക്ഷകർ ജില്ലാ സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്തായാലും വലിയ മഴയുടെ അന്തരീക്ഷം ഉണ്ടാകുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിൽ വലിയ മഴയൊന്നുമില്ല. രാവിലെ മുതൽ തന്നെ അന്തരീക്ഷമൊക്കെ നല്ല ഗംഭീരമായ അന്തരീക്ഷം. അനുജ രാജേഷ് കുറിച്ചിരുന്നു. അനുജ, അപ്പോൾ രാവിലത്തെ പരിപാടി എന്തായാലും പൊളിച്ചു, കളറായി, പൊളിയായിരുന്നു. അപ്പോൾ 2 മണിയാവാൻ പോകുന്നു, പ്രേക്ഷകർ എത്തിച്ചേരാൻ പോകുന്നു. അപ്പോൾ രാവിലത്തെ സമാനമായി സംഭവം ഗംഭീരമാവും എന്നൊരു തർക്കമൊക്കെ കരുതില്ല. ഗംഭീരമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ വരുന്നത് കുട്ടികളുണ്ട്, അതുപോലെ പ്രായമുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 24 ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ രാവിലെ മുതൽ കാണുന്ന ചാനലാണ് എന്നൊക്കെ ഇതിനോടകം തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളോട്. അപ്പോൾ രാവിലത്തെ പരിപാടി അതിൽ കുട്ടികളുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കണ്ടു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷവും തോന്നി. അപ്പോൾ അങ്ങനെയാണ് രാവിലത്തെ പരിപാടിക്ക് സമാനമായ രീതിയിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇത് മലപ്പുറമാണ്. ഒരു കാര്യം കൂടി, പ്രവിത സ്മിതയൊക്കെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു അനുജ, ഹാഷ്മി, ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. കാരണം പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങളിൽ പോവാത്തത് കഷ്ടമായി പോയി എന്ന് അവര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറയണോ കള്ളം പറയണോ, ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോട്ടെ, പ്രവിത എന്തായാലും ഒരുപാട് പ്രശ്നം ചോദിച്ചു. പ്രവിതയും സ്മിതയൊക്കെ അവിടെ ഒരുപാട് പ്രശ്നം ചോദിച്ചു. ഇവിടെ എന്തായാലും ഉണ്ടല്ലോ, എന്തായാലും ഒരുപാട് ജില്ലാ സമ്മേളനങ്ങൾ ഇനി വരാനിരിക്കുന്നു. നമുക്ക് തീരുമല്ലോ, മലപ്പുറം കൊണ്ട് തീരുമല്ലോ എല്ലാം. ഇനി അടുത്ത് കോഴിക്കോട്, കണ്ണൂർ അങ്ങനെ പോവാണ്. അപ്പോൾ ഇത് മലബാർ മേഖലയാണ്. മലബാർ മേഖലയിൽ ഹൃദയം തുറന്ന് ആളുകൾ ഇറങ്ങി വരലാണ്, നമ്മളെ പിന്തുണക്കലാണ്. അപ്പോൾ അല്പസമയത്തിന് 100 കണക്കിന് പ്രേക്ഷകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. എത്തിയിട്ടുണ്ട്. ചേട്ടാ നേരത്തെ വന്നോ? നേരത്തെ എത്തി. ഞാൻ ഇന്നലെ ബുക്ക് ചെയ്താണ്. ഇന്നലെ ബുക്ക് ചെയ്ത് ശ്രീകണ്ഠനായർ സാറിനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പ്രേക്ഷകർ ഒറ്റയ്ക്കും കൂട്ടത്തോടെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണി. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, തിരൂർ ബിയാങ്കോ കാസിൽ ഓഡിറ്റോറിയത്തിലേക്കാണ് പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഓടിവാ പ്രവിത. ശരി, എനിക്ക് എന്തായാലും ഓടിയെത്താൻ പറ്റില്ല. പക്ഷേ പ്രേക്ഷകർ, മലപ്പുറത്തെ നമ്മുടെ 24-നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടൻ തന്നെ എവിടേക്ക് എത്തിച്ചേരുക. 2 മണിക്ക് കൃത്യം ആരംഭിക്കും. 6 മണി വരെയാണ് പരിപാടി നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിലും ചിലപ്പോൾ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. എന്തായാലും എല്ലാ പ്രേക്ഷകരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം, അനുജ രാജേഷുമാണ് തിരൂരിലെ ബിയാങ്കോ കാസിൽ എന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ട് റീന പറയുന്നുണ്ട്, പ്രവിത എവിടെ പോയില്ലേലും കണ്ണൂർ വരണമെന്ന് സതീശേട്ടൻ പറയുന്നുണ്ടെന്ന്. ഞാൻ വരാൻ ശ്രമിക്കാം, എസ്കേനോട് പറയാൻ എന്നെ കൂടി കൊണ്ടുപോകണമെന്ന്. അപ്പം തന്നെ അമീന പറയുന്നു, എല്ലാവരും ഞങ്ങൾ ബാക്കി ജില്ലയിൽ ഉള്ളവരും പോയിട്ടില്ലല്ലോ, അപ്പോൾ വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ അമീന, അങ്ങനെ ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ട്. എല്ലാവരുടെയും കമന്റ്സ് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം അത്രത്തോളം കമന്റ്സ് ഉണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിരോധത്തിലായി CPIM. ഇക്കാര്യം സംബന്ധിച്ച ചോദ്യങ്ങളോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും ഒഴിഞ്ഞുമാറി. വിഷയത്തിൽ സർക്കാരിനെതിരെ കടന്നാക്രമണം ശക്തിപ്പെടുത്തിയ പ്രതിപക്ഷം നിയമ നടപടിക്കും നീക്കം തുടങ്ങിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നിയമപരമായ അർഹതയില്ലെന്ന് ഉറപ്പായിരുന്നിട്ടും പട്ടികയിൽ തിരികെ കയറ്റിയ നടപടി തെല്ലൊന്നുമല്ല സർക്കാരിനെയും CPM-നെയും കുരുക്കിലാക്കിയത്. കനത്ത തോൽവിയിലും CPIM പാഠം പഠിച്ചില്ലെന്ന പ്രതിപക്ഷ വിമർശനത്തിന് മൂർച്ച കൂടുകയും ചെയ്തു. നിയമമന്ത്രിയും ജയിൽ വകുപ്പ് മേധാവിയും രക്ഷാപ്രവർത്തന വിശദീകരണവുമായി വന്നെങ്കിലും 2ാം ദിനവും ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനം CPIM നന്നാകാനല്ല ശ്രമിക്കുന്നതെന്ന് ലീഗ് നേതാവ് KM ഷാജി. ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, എൻ്റെ വീടിൻ്റെ പരിസരം, എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ വയ്യ എന്ന് പറയുന്ന തരത്തിലേക്ക് അക്രമത്തിൻ്റെ അങ്ങേ അറ്റത്തെ CPM-ൻ്റെ മുഖം വലിച്ചു കയറുന്നതിൻ്റെ പിറ്റേന്നാണ് ഷാഫിയ അടക്കമുള്ള കൊലപാതകികളെ പുറത്തുവിടാൻ ശ്രമം നടന്നു എന്ന വാർത്ത വരുന്നത്. CPM നന്നാവുമല്ല എന്ന് വെച്ചാൽ ഈ അഹങ്കാരവും ധിക്കാരവും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ മാത്രം പിഴവെന്ന ന്യായം CPIM-ന് മതിയാകാതെ വരുമെന്നുറപ്പ്. 24 കണ്ണൂർ. ഇടതുപക്ഷത്തിന്റെ ആശയ സ്വാധീനം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് നിയുക്ത MP കെ രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി സംബന്ധിച്ച അടിത്തട്ടിൽ പരിശോധന നടത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തും. രാജ്യാന്തര തുറമുഖ കമ്പനി MD ദിവ്യ S. അയ്യർ യാത്രയയപ്പ് നൽകുന്ന ചിത്രം ഇത്രയേറെ ചർച്ചയാകുമെന്ന് കരുതിയില്ലെന്നും കെ രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ശബ്ദമുയർത്തുമെന്ന് ലോക്സഭാംഗമായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഡൽഹിയിലെത്തിയ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ആശയ സ്വാധീനം പാർലമെന്റിലുണ്ടാകും. നമ്മുടെ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യാവുന്ന. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണകൂടത്തിന്റെ എല്ലാ തരത്തിലുള്ള
ഒരു ജനവിരുദ്ധ നിലപാടുണ്ട്. അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയെടുക്കാനും ദേശത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും ഇടപെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. സുരേഷ് ഗോപിയുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട്. പൊതു താൽപര്യങ്ങൾക്കു വേണ്ടി യോജിച്ച് പ്രവർത്തിക്കുമെന്നും കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കൂടി സഹായവും അല്ലെങ്കിൽ എല്ലാ സഹായങ്ങളും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. സുരേഷ് ഗോപിയായിട്ട് ആദ്യം ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയുടെ ആളാണ്. അതിൻ്റേതായിട്ടുള്ള പരിമിതികളും ഉണ്ടാവും. ദിവ്യ എസ് അയ്യർ യാത്രയയപ്പ് നൽകുന്ന വൈറൽ ചിത്രത്തോട് പ്രതികരണം ഇങ്ങനെ: അത് സ്നേഹം കൊണ്ട് തന്നെ ചെയ്തതാണ്. ഒരു പക്ഷേ ഈ പാവങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ട്രൈബൽ ഏരിയയിലൊക്കെ പോയി പല ഭൂമിയുടെ പ്രശ്നം, അവരുടെ മറ്റ് പാർപ്പിട പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വലിയ താല്പര്യം എടുത്തിരുന്നു. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കും. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി സംബന്ധിച്ച് അടിത്തട്ടിൽ പരിശോധന നടത്തി മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും കേരളത്തിൽ നിന്നുള്ള CPIM-ന്റെ ഏക MP-യായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. 24 ഡൽഹി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ആദ്യ പരീക്ഷ. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം ഉൾപ്പെടെ ഉന്നയിച്ച് സർക്കാരിനെ ആക്രമിക്കാനാണ് അംഗബലം കൂട്ടിയ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആദ്യമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ സഭാ നേതാവായാണ് നരേന്ദ്രമോദി ലോക്സഭയിലെത്തുക. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെങ്കിലും പേരിൽ അന്തിമധാരണയായിട്ടില്ല. ഡി പുരന്ദേശ്വരിയെ സ്പീക്കറായി നരേന്ദ്രമോദി നിർദ്ദേശിക്കുമെന്നാണ് വിവരം. എങ്കിലും അവസാന നിമിഷ അത്ഭുതങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ യോഗം നാളെ രാവിലെ സമ്മേളനത്തിന് മുന്നോടിയായി ചേരും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് ഇന്ത്യ മുന്നണി. പൊതുസമ്മത സ്ഥാനാർത്ഥിയായി JDU അംഗത്തെ അവതരിപ്പിക്കാനടക്കം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭയെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുക. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് തുടർച്ചയായി നടക്കും. രാജ്യസഭാ സമ്മേളനം ജൂൺ 27-നാണ് തുടങ്ങുക. ജൂലൈ 3-ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷം ഈ UGC നെറ്റ് പരീക്ഷ ഇതെല്ലാം റദ്ദാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷ അവസാന നിമിഷമാണ് മാറ്റിവെച്ചത്. ചോദ്യപേപ്പർ ചോർന്നുമെന്ന സംശയത്തെ തുടർന്ന് തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടതായും ഒക്കെ വിവരം ലഭിച്ചതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ ഗ്രേസ് മാർക്ക് നൽകിയ 1563 വിദ്യാർത്ഥികൾക്കുള്ള നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. മെഡിക്കൽ പരീക്ഷാ ബോർഡിലെ ഉദ്യോഗസ്ഥർ സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നീറ്റ് PG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സംശയമുണ്ടായത്. തട്ടിപ്പുകാർ വൻ തുക ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. ടെലഗ്രാമിലൂടെയാണ് ആശയവിനിമയം നടത്തിയത്. ക്രമക്കേടിന് സാധ്യത തിരിച്ചറിഞ്ഞതോടെ പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകി. പരീക്ഷ മാറ്റിവെച്ചതായി ഇന്നലെ രാത്രിയാണ് അറിയിച്ചത്. അതിനിടെ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ മഹാരാഷ്ട്ര ATS 2 അധ്യാപകരെ കസ്റ്റഡിയിലെടുത്തു. പരീക്ഷാ ക്രമക്കേടിൽ രാജ്യത്ത് വ്യാപക പ്രതിഷേധം തുടരുകയാണ്. നീറ്റ് പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു. आपने नेट का एग्जाम कैंसिल किया क्योंकि आपको लगा कि गलतियां हुई हैं, और वही NTA जो है नीट का एग्जाम कराया तो उसमें गलतियां नहीं हुई हैं. उसकी गलतियां आपको साफ साफ दिख रही हैं. आपने उस पर एक्शन क्यों नहीं लिया? हम लोगों को सुप्रीम कोर्ट तक जाना पड़ा. आपने पहले एक्शन क्यों नहीं लिया? अब आप एक्शन ले लीजिए क्योंकि आपको पता है कि जो नेट का एग्जाम देते हैं वो ग्रेजुएट बच्चे होते हैं. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഇന്ന് പുനഃപരീക്ഷ നടത്തും. ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ചണ്ഡിഗഡ്, മേഘാലയ എന്നിവിടങ്ങളിലെ 7 കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതുക. NTA-യുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരിക്കും പരീക്ഷ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ അവസരത്തിൽ ഉയരുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ നീതി വേണമെന്നാവശ്യപ്പെട്ടുള്ള തെരുവുകളിലെ പ്രതിഷേധവും കെട്ടടങ്ങുന്നില്ല. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R അച്യുതൻ, 24 ഡൽഹി. അതെന്തായാലും ഈ പരീക്ഷയ്ക്ക് പഠിച്ചെഴുതിയ വിദ്യാർത്ഥികൾ അവർ കടന്നു പോകുന്ന സമ്മർദ്ദം അതെന്തായാലും ചെറുതാകില്ല. ഇതിന് ഉടൻ തന്നെ സർക്കാർ ഒരു പരിഹാരം കാണും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇനി നേരെ കോട്ടയത്തേക്കാണ്. കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ക്നാനായ പള്ളിയിൽ സംഘർഷം. പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രാപ്പൊലീത്ത കുർബാന ചൊല്ലിയതിൽ ഒരു വിഭാഗം പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷം ഉണ്ടായത്. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കാൻ കാരണം?
എന്താണ് നിലവിലെ സാഹചര്യം? പരിക്കേറ്റയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിധ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കാന യാക്കോബായ സഭയ്ക്കുള്ളിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വലിയ തർക്കമുണ്ട്. ഒരു കൂട്ടർ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുന്നു, മറുകൂട്ടർ സമുദായ മെത്രാപ്പോലീത്തെ അംഗീകരിക്കുന്നു. ഈ ഒരു തർക്കമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സഭയ്ക്കുള്ളിൽ ഉണ്ടായത്. ഏറ്റവും അവസാനം ഈ സമുദായ മെത്രാപ്പോലീത്തെ പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് സഭയ്ക്കുള്ളിൽ വലിയ തർക്കമുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ സഹായ മെത്രാന്മാരെ ഈ സമുദായ മെത്രാപ്പോലീത്ത അസോസിയേഷൻ മലങ്കര അസോസിയേഷനും സസ്പെൻഡ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് സമുദായ മെത്രാപ്പോലീത്ത ഈ പള്ളിയിൽ കുറിച്ചി ഇഗ്നാത്യസ് പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. അപ്പോൾ എതിർ വിഭാഗത്തിലുള്ളവർ ഇത് തടയുകയായിരുന്നു. ഇതേ ചൊല്ലി ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയാണ് പാത്രിയാർക്കീസിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയുടെ, റിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിന്റെ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന ആ ഒരു തർക്കത്തിന്റെ ബാക്കിപത്രം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു സംഘർഷവും എന്ന് വേണം പറയാൻ. പ്രവിധ. ശരി, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ദിനേശൻ പറയുന്നുണ്ട്, പ്രവിധ കമന്റ് വായിക്കില്ല, ഹാഷ്മി ആയിരുന്നാലും വായിച്ചിരുന്നു. ഞാൻ വായിച്ചല്ലോ. അതോടൊപ്പം തന്നെ സ്മിതയുടെ ജലദോഷം കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. രാവിലെ സ്മിതയ്ക്ക് പെട്ടെന്ന് വയ്യാതായി, പിന്നെ ഞാൻ വായിക്കേണ്ടി വന്നു. അപ്പം സ്മിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല, സ്മിത മിടുക്കിയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം വിവിധ ജില്ലാ സമ്മേളനങ്ങൾ എപ്പോഴായിരിക്കും നടത്തുക, എവിടെ വെച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ ഏത് ദിവസം ആയിരിക്കും ജില്ലാ സമ്മേളനം നടത്തുക, എവിടെ വെച്ചായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ SKN അറിയിക്കുന്നതായിരിക്കും. അപ്പം 24 സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരാണ് ഇത് ചോദിക്കുന്നതെന്ന് അറിയാം. 24നോടൊപ്പം തന്നെ തുടരുക. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, മലപ്പുറത്തുണ്ട്, ഇപ്പോൾ പോയാൽ ഈ പ്രേക്ഷക സമ്മേളനത്തിൽ പങ്കെടുക്കാനാകുമോ? തീർച്ചയായിട്ടും ചേട്ടാ, വളരെ വേഗം പൊക്കോളൂ. 2 മണിക്കാണ് നമ്മുടെ പ്രേക്ഷക സമ്മേളനം ആരംഭിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ പൊയ്ക്കോളൂ അങ്ങോട്ടേക്ക്. ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ കമൻസിലേക്ക് വരാം. അതിനു മുൻപ് ഇന്ത്യയുടെ ഏറെ അഭിമാനം ഉയർത്തിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇന്ത്യയുടെ പുനരുപയോഗ ബഹിരാകാശ വിക്ഷേപണ പേടകമായ പുഷ്പകിന്റെ 3ാം ലാൻഡിംഗ് പരീക്ഷണവും വിജയകരം. കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണ ലാൻഡിംഗ് പൂർത്തീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു പരീക്ഷണം. അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിന് സമാനമായ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ് ISRO വികസിപ്പിച്ച പുഷ്പക്. ഇതിന്റെ ആദ്യ ലാൻഡിംഗ് പരീക്ഷണം കഴിഞ്ഞ വർഷവും 2ാം ഘട്ടം കഴിഞ്ഞ മാർച്ച് 22-നും വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. 3ാം ഘട്ട പരീക്ഷണത്തിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ 4.5 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയതിനു ശേഷമാണ് പുഷ്പകിനെ വേർപെടുത്തിയത്. തുടർന്ന് പേടകം സ്വയം നിയന്ത്രണം കൈവരിച്ച് റൺവേയിൽ ലാൻഡ് ചെയ്തു. ബഹിരാകാശത്തെത്തിയാൽ 1 മാസം പറന്നു നടന്ന് പരീക്ഷണങ്ങൾ നടത്താനും സ്വയം ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനുമുള്ള സാങ്കേതിക വിദ്യയാണ് RLVയുടെ പ്രത്യേകത. ഭ്രമണപഥത്തിലെത്തിച്ച് തിരിച്ചിറക്കുന്ന നിർണായക പരീക്ഷണമാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൂടി പൂർത്തീകരിച്ചാൽ പ്രവർത്തനക്ഷമമായ സ്പേസ് പ്ലെയിനുകളുള്ള അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊപ്പം പട്ടികയിൽ ഇന്ത്യയും എത്തും. 24 ബംഗളൂരു. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 56ആയി. കള്ളക്കുറിച്ചി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് മരിച്ചത്. 139 പേർ ചികിത്സയിൽ തുടരുകയാണ്. 4 ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലർ വെന്റിലേറ്ററിലാണ്. 26 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ദുരന്തത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. വലിയ തുക നഷ്ടപരിഹാരം നൽകി സംഭവം ലഘൂകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് TTV ദിനകരൻ ആരോപിച്ചു. അണ്ണാ-DMK, BJP, PMK പാർട്ടികൾ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ്. ദുരന്തത്തിന് പിന്നാലെ കള്ളച്ചാരായവേട്ട ഊർജിതമാക്കി പോലീസ്. ഭൂരിഭാഗം ജില്ലകളിലും പ്രത്യേക പോലീസ് സംഘം പരിശോധനകൾ നടത്തുന്നുണ്ട്. തിരുച്ചിറപ്പള്ളി, സേലം ജില്ലകളിൽ നിന്ന് 100 കണക്കിന് ലിറ്റർ വ്യാജ ചാരായം കണ്ടെത്തി. 24 ചെന്നൈ. ലൈംഗിക അതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ സഹോദരനും MLCയുമായ സൂരജ് രേവണ്ണയും അറസ്റ്റിൽ. ജോലി തേടിയെത്തിയ JDS പ്രവർത്തകനായ യുവാവിനെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ മാസം 16-നാണ് പരാതിക്കാരനായ യുവാവ് ജോലി തേടി സൂരജ് രേവണ്ണയുടെ മാനേജറെ സമീപിച്ചത്. തുടർന്ന് സൂരജിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിലേക്ക് വരാൻ മാനേജർ ആവശ്യപ്പെട്ടു.
അവിടെ വച്ച് ജോലി വാഗ്ദാനം നൽകി സൂരജ് രേവണ്ണ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് യുവാവിന്റെ പരാതി. ആദ്യഘട്ടത്തിൽ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. തുടർന്ന് യുവാവ് കർണാടക DGPക്ക് പരാതി നൽകി. പിന്നാലെയാണ് സൂരജിനെതിരെ ഹോളനരസിപുര പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം സൂരജ് രേവണ്ണയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം 377, 342, 506 വകുപ്പുകളാണ് സൂരജിനെതിരെ ചുമത്തിയത്. ഇതോടെ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെടുന്ന ദേവഗൌഡ കുടുംബത്തിലെ 4ാമത്തെ അംഗമാണ് സൂരജ്. പീഡനക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരനായി ഇതേ യുവാവ് പണം തട്ടാൻ ശ്രമിച്ചുവെന്ന സൂരജ് രേവണ്ണയുടെ പരാതിയും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. 24 ബംഗളൂരു. നജിമുദ്ദീൻ എന്നുള്ളൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, നിങ്ങൾ സമ്മേളനം നടത്തുന്ന ബിയാൻകോ മുതൽ തയ്യപ്പാലം എന്നാണ് തോന്നുന്നു, എനിക്കത് അത്ര ക്ലിയർ ആയിട്ടില്ല ഈ മെസ്സേജിൽ. വേറെ റോഡ് ബ്ലോക്ക് ആണെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം പ്രേക്ഷകർ ഒരുപക്ഷെ പ്രേക്ഷക സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനി കാസർഗോഡ് നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശിനി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാവിനെതിരെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിലടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും IAS വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത്. എല്ലാവർക്കും വിവാഹ വാഗ്ദാനം നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പിനിരയായി. തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ടും മാനഹാനി ഭയന്ന് പോലീസുകാരിൽ പലരും വിവരം മറച്ചുവെച്ചു. പിന്നെ ആ കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ. കൂടാതെ പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ഉണ്ടായത്. എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 80,000 ചെക്ക്, പിന്നെ ഒരു 3,14,000 ചെക്ക്, പിന്നെ ഒരു 4,50,000 ചെക്കാണ് തന്നിട്ടുണ്ടായത്. ഈ ചെക്കെല്ലാം ബൗൺസായി. പെരിയ സ്വദേശിയായ യുവാവിന്റെ അമ്മയുടെ സ്വർണ്ണമാലയും യുവതി തട്ടിയെടുത്തു. 5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നോട് പിന്നെ എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും. പിന്നെ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് എൻ്റെതും അമ്മയുടേതും. ISROയിൽ ഞാൻ പണിയെടുക്കുന്നത്. 85,000 രൂപ ശമ്പളമുണ്ട്. ജയിലിലെ യുവാവിൽ നിന്ന് മാത്രം ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിയെടുത്തത് 5 ലക്ഷം രൂപയാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ യുവതിക്കെതിരെ മേൽപ്പറമ്പ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പ്രേക്ഷകരെ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷക സമ്മേളനം തുടങ്ങാൻ ഇനി അല്പ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അതിനിടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ ജെയ്വിൻ ഒരു ഹായ് പറയാമോന്ന്. ഹായ് ജെയ്വിൻ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് ഉണ്ട്. ശ്രീരാജ് ചോദിക്കുന്നു, വിലക്കയറ്റത്തെക്കുറിച്ച് വാർത്തയൊന്നുമില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്തായാലും മറ്റ് വാർത്തകൾ ഇനിയുമുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. ഇനി തൃശ്ശൂരിൽ നിന്നുള്ളൊരു സങ്കടകരമായ റിപ്പോർട്ടിലേക്കാണ്. തൃശ്ശൂർ മാളയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. വലിയകത്ത് വീട്ടിൽ ശൈലജയാണ് മരിച്ചത്. തമാശ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നാണ് അമ്മയെ മകൻ ആക്രമിച്ചത് എന്നതാണ് പ്രാഥമിക വിവരം. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന ശൈലജ മകനോട് തമാശ പറഞ്ഞു ചിരിച്ചു. ഇത് ഇഷ്ടപ്പെടാത്ത മകൻ അടുക്കളയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അമ്മയെ കുത്തുകയായിരുന്നു. കുത്തേറ്റ് ശൈലജ വീടിന് മുൻവശത്തേക്കെത്തിയതോടെയാണ് അയൽവാസികൾ ഉൾപ്പെടെ വിവരമറിയുന്നത്. കുത്തേറ്റ് രക്തം വാർന്ന് അവശയായ ശൈലജയെ അയൽവാസികൾ ചേർന്ന് മാളയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച മകൻ ഹാദിലിനെ കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 തൃശൂർ. തൃശൂർ കുന്നംകുളം CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് വനം വകുപ്പ് മന്ത്രി E.K. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. SSLC, +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 800 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓരോ ദിവസവും നമ്മൾ അറിയുന്നു. നീറ്റ് പരീക്ഷ നമുക്ക് നീറ്റായിട്ട് നടത്താൻ പറ്റില്ല. നെറ്റ് തകർന്നു വീണു, അത് ക്യാൻസൽ ചെയ്തു. ഇനി പുതിയതായി CSIR-ന്റെ പരീക്ഷ തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്തു. ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പല പരീക്ഷകൾക്കും
പിന്നാമ്പുറത്ത് കാശിൻ്റെ ഇടപാടുണ്ട് എന്ന വാർത്തകൾ വരുമ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് വളരെ അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ സങ്കടം വരുന്നൊരു കാലം കൂടിയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് 5000 രൂപ വീതം സ്കോളർഷിപ്പും നൽകി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷയായി. മുരളി പെരുന്നെല്ലി MLA, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, 24 സീനിയർ റിസർച്ച് എഡിറ്റർ U പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV മാനേജിംഗ് ഡയറക്ടർ KB ജോൺസൺ സ്വാഗതവും ചെയർമാൻ KC ജോൺസൺ നന്ദിയും പറഞ്ഞു. ഇനി കാൽപന്തോളം. കോയറോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയറോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പ് ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ജർമ്മനി ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ഹംഗറിയെ നേരിടും. 3 മത്സരങ്ങളും ജയിച്ച പ്രീ ക്വാർട്ടർ പ്രവേശനം രാജകീയമാക്കാൻ ജർമ്മനി. ആതിഥേയരെ സമനിലയിലെങ്കിലും കുരുക്കി അവസാന 16-ൽ ഇടമുറപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ്. ഹംഗറിക്കെതിരെ വമ്പൻ ജയത്തിനൊപ്പം സ്വിറ്റ്സർലൻഡിന്റെ തോൽവി കാത്തിരിക്കുന്ന സ്കോട്ട്ലൻഡ്. ആശ്വാസജയത്തോടെ മടങ്ങാൻ ഹംഗറി. അവസാന റൗണ്ട് പോരിനിറങ്ങുമ്പോൾ എ ഗ്രൂപ്പിലെ ടീമുകളുടെ മോഹങ്ങളും ആശങ്കകളും. സ്കോട്ട്ലൻഡിനെ 5-1 ഹംഗറിയെ എതിരില്ലാത്ത 2 ഗോളിനും തോൽപ്പിച്ച ജർമ്മനിക്ക് തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെതിരെയും മുൻതൂക്കം. ജൂലിയൻ നെഗൽസ്മാന് കീഴിൽ പഴയ വീര്യം വീണ്ടെടുത്തു കഴിഞ്ഞു ജർമ്മൻ പോരാളികൾ. 2 കളിയിൽ 4 പോയിന്റുള്ള സ്കോട്ട്ലൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ തോൽവി ഒഴിവാക്കിയേ തീരൂ. ഷെർദാൻ ഷാക്കുറിയുടെയും ഷാക്കിയുടെയും ഒക്കെ ബൂട്ടുകൾ രക്ഷക്കെത്തിയാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ പോലുമാകാം സ്വിസ് പടയ്ക്ക്. 1 പോയിന്റ് മാത്രമുള്ള സ്കോട്ട്ലാൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ പല കടമ്പകൾ. ഹംഗറിക്കെതിരെ മികച്ച ജയത്തിനൊപ്പം സ്വിറ്റ്സർലൻഡ് ജർമ്മനിയോട് 1 മാർജിനിൽ തോൽക്കണം. തോൽവിയോ സമനിലയോ എങ്കിൽ ഹംഗറിക്കൊപ്പം സ്കോട്ട്ലൻഡിനും വിമാനം കയറാം. സ്പോർട്സ് ഡെസ്ക് 24. അമ്മയെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ കുത്തിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. കഷ്ടമല്ലാതെ എന്താണ് പറയേണ്ടത്? കോഴിക്കോട് ഉള്ളിയേരി സ്വദേശി ഷൈജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. അയൽവാസികളായ ചിലർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഷൈജി ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അത്തോളി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ മാസം 19-ന് പുലർച്ചെയാണ് 45-കാരിയായ ഷൈജിയെ വീട്ടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അയൽവാസികളായ 4 പേർക്കെതിരെ ഗുരുതര ആരോപണം ഉയരുന്നത്. 18-ാം തീയതി അയൽവാസികളിൽ ചിലർ വീട്ടിൽ അതിക്രമിച്ചു കയറി ഫോണിൽ ചില ഫോട്ടോ കാണിക്കുകയും ഷൈജിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാനസികമായി തകർന്ന ഷൈജി പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഇതിന് പിന്നാലെയാണ് ഷൈജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് മകൾ നൽകിയ പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 24 കോഴിക്കോട്. ഇപ്പോൾ സമയം കൃത്യം 2 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷക സമ്മേളനം അവിടെ തുടങ്ങാനായിട്ടെല്ലാം തയ്യാറായിട്ടുണ്ട്. അതിനു മുൻപ് പ്രേക്ഷകർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 24 റൗണ്ടപ്പിൽ ഗോകുൽ രവി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ 24നോടൊപ്പം തുടരുക. 24 ജില്ലാ സമ്മേളനം എല്ലാ പ്രേക്ഷകരും കാണുക. നമസ്കാരം.